നമസ്കാരം, ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷമായി ദുരിതവും ജീവിത പ്രയാസങ്ങളിലും കണ്ണീര് കുടിക്കുന്ന ഇന്ത്യയിലെ തൊഴിലാളികളും കർഷകരും തൊഴിൽരഹിത യുവാക്കളും മോദിയുടെ വംശീയ ഭരണകൂടത്തിനെതിരായി തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റും FITU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ റസാഖ് പാലേരി പറഞ്ഞു. FITU എറണാകുളം ജില്ലാ കമ്മിറ്റി ആലുവയിൽ സംഘടിപ്പിച്ച മെയ് ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. FITU ജില്ലാ പ്രസിഡന്റ് PA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KH സദക്കത്ത് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അസറ്റ് ജില്ലാ ചെയർമാൻ TP യൂസഫ് അലി, വിവിധ യൂണിയൻ ജില്ലാ പ്രസിഡന്റുമാരായ ജമീല സുലൈമാൻ, യൂസഫ് കളപ്പുരയ്ക്കൽ, അസീസ് മുപ്പത്തടം, അഷ്റഫ് രാജ, റഹീം കുന്നത്ത്, വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് രമണി കോതമംഗലം തുടങ്ങിയവർ ആശംസകൾ നേർന്നു. FITU ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സാജൻ ചെറായി, രാജൻ മുട്ടിനകം, മേരി ജോസ്, സെക്രട്ടറി അനസ് ചാലക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ സ്വാഗതവും സെക്രട്ടറി അഷ്റഫ് താപ്പിലാൻ നന്ദിയും പറഞ്ഞു. ആലുവ ഗവൺമെന്റ് ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിച്ച മെയ്ദിന റാലിയിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. ലോകത്തുടനീളമുള്ള തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയ വലിയ സമരഭടന്മാരെ ഓർമ്മിച്ചുകൊണ്ട് ആ ഓർമ്മകളെ വീണ്ടും സമരജ്വാലകളാക്കി മാറ്റി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാവുന്നതുപോലെ ഈ മെയ് ദിനം ഇന്ത്യയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ മെയ് ദിനത്തിലൂടെ കടന്നു പോകുന്നത്. ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരായ അതിശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമൊക്കെ ജനാധിപത്യ പ്രക്രിയയിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായൊരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഇന്ത്യയിൽ ഈ 10 വർഷത്തെ ഭരണം ആരെയൊക്കെയാണ് നശിപ്പിച്ചത്, ആർക്കെതിരെയൊക്കെയാണ് നിലപാടുകൾ സ്വീകരിച്ചത് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ദളിതുകൾ, പിന്നോക്ക വിഭാഗങ്ങൾ, സാധാരണക്കാർ, കർഷകർ, തൊഴിലാളികൾ, സർവോപരി ഇന്ത്യക്കാരായ മുഴുവൻ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും സംഘപരിവാറിന്റെ സമഗ്രാധിപത്യ കോർപ്പറേറ്റ് ഭരണം നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ മോഡി ഗവൺമെന്റ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ദുരിതം പേറുന്ന തൊഴിലാളികളും കർഷക തൊഴിലാളികളും കർഷകരുമെല്ലാം വലിയ സമരവുമായി രംഗത്തുള്ള ഘട്ടമാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് കുറച്ച് പറയാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ വിധിയെഴുതാൻ ഇന്ത്യയിലെ തൊഴിലാളികൾ ഒരുമിച്ച് നിൽക്കുന്ന ശ്രദ്ധേയമായ മുന്നേറ്റമായിരിക്കും. മോഡിയെ താഴെയിറക്കാനുള്ള തെരഞ്ഞെടുപ്പായി ഈ തൊഴിലാളികളും കർഷകരും ഈ തെരഞ്ഞെടുപ്പിനെ കാണും എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ട്.